കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്ന വിഷയമാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ വരദ ദമ്പതികളുടെ ദാമ്പത്യം. ഇരുവരും ഇപ്പോൾ വേർപിരിയലിന്റെ വക്കിലാണെങ്കിലും അതിനു കാരണമായത് സീരിയൽ നടി അമേയയാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകർ മുഴുവനും ഉള്ളത്. നേരത്തെ ജിഷിനും അമേയയും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പുറത്തു വന്നിരുന്നുവെങ്കിലും ഇരുവരും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ കഴിഞ്ഞ ദിവസം അമേയയുടെ ഇന്റർവ്യൂ പുറത്തു വന്നതോടെ വ്യാപകമായ തോതിലാണ് അമേയയ്ക്കെതിരെ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവളാണ് വരദയുടെ ജീവിതം നശിപ്പിച്ചത്, ജിഷിനിൽ നിന്നും വരദയെയും മകനെയും അകറ്റിയത് ഇവളാണ് എന്ന് തുടങ്ങി അമേയയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് കമന്റ് ബോക്സുകളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ജിഷിനും വരദയ്ക്കും അറിയാം തമ്മിൽ വേർപിരിയാൻ കാരണം താനല്ല എന്ന ഒറ്റ വാക്കിലെ മറുപടിയാണ് അമേയ പ്രേക്ഷകർക്ക് നൽകുന്നത്. അതേസമയം സുഹൃത്ത് ബന്ധത്തിനും അപ്പുറമുള്ള ജീവിതം ആഘോഷമാക്കുകയാണ് ജിഷിനും അമേയയും ഇപ്പോൾ. വരദയുമായുള്ള വിവാഹബന്ധത്തിന്റെ തകർച്ചയിൽ നിൽക്കവേ ഒരു പിറന്നാൾ കേക്ക് മുറിച്ചുകൊണ്ട് ജിഷിൻ പങ്കുവച്ച ചിത്രമാണ് നടന് അമേയയുമായുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന നൽകിയത്. ജന്മദിനാശംസകൾ തോഴി എന്ന് കുറിച്ച് ലവ് യു ആമി എന്നെഴുതിയ കേക്ക് ജിഷിൻ അമേയയ്ക്ക് സമ്മാനിച്ചപ്പോൾ ആരാധകർ തിരിച്ചറിഞ്ഞത് ഇരുവരും തമ്മിലുള്ള സ്നേഹവും ആ പ്രത്യേക അടുപ്പവുമാണ്. ആ അടുപ്പം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു അമേയ ആ ചിത്രത്തിന് താഴെ കുറിച്ച കമന്റ്. താങ്ക്സ് മൈ ഡിയർ തോഴ ഫോർ യുവർ ലവ് ആൻഡ് കെയർ എന്ന അമേയയുടെ വാക്കുകൾ ഇരുവരും രണ്ടാമതൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്ന സൂചനയാണ് ആരാധകർക്ക് മുന്നിൽ തന്നെ എഴുതിയിട്ടത്. എന്നാൽ ഈ കേക്ക് സമ്മാനിച്ചത് ജിഷിൻ അല്ല എന്ന വെളിപ്പെടുത്തലാണ് അമേയ കഴിഞ്ഞ ദിവസം നടത്തിയത്. തന്റെ സഹോദരി എപ്പോഴും ഇതുപോലുള്ള സർപ്രൈസുകൾ തനിക്ക് വേണ്ടി ഒരുക്കാറുണ്ട്. അങ്ങനെ അവൾ തന്നെ ലവ് യു ആമി എന്നെഴുതി സമ്മാനിച്ച കേക്കാണിതെന്നും ജിഷിനെ ടാഗ് ചെയ്ത് ചിത്രം പങ്കുവച്ചത് സ്വാഭാവികമായിട്ടാണെന്നുമാണ് അമേയ വെളിപ്പെടുത്തിയത്. എന്നാൽ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ് കേക്കിൽ എഴുതിയത് എന്താണെന്ന് പോലും താൻ നോക്കിയത് എന്നായിരുന്നു അമേയയുടെ വാക്കുകൾ. ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ വ്യാജ പ്രചരണങ്ങൾ മാത്രമാണെന്നും താനും ജിഷിൻ ചേട്ടനും തമ്മിൽ സുഹൃത്ത് ബന്ധത്തിനും അപ്പുറമുള്ള ജീവിതം എന്നതിലുപരി പ്രണയത്തിലല്ല എന്നുമാണ് അമേയ വെളിപ്പെടുത്തിയത്. പൂക്കാലം വരവായി എന്ന സീരിയലിലൂടെയാണ് ജിഷിനും അമേയയും ആദ്യം പരിചയപ്പെട്ടത്. എന്നാൽ അന്നൊന്നും പരസ്പരം സംസാരിച്ചിരുന്നില്ല. ജിഷിനെക്കുറിച്ച് കേട്ടതെല്ലാം മോശം കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അകലം പാലിച്ചു. എന്നാൽ രണ്ടാമത് ഒരു വർഷം കഴിഞ്ഞ് കന്യാദാനം സീരിയലിലൂടെയാണ് വീണ്ടും ഒരുമിക്കുന്നത്. അവിടെ വെച്ചാണ് കൂടുതൽ പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളായി മാറുന്നതും. അങ്ങനെയിരിക്കെയാണ് ജിഷിന്റെ സഹോദരൻ മരിച്ചത്. അന്ന് മാനസികമായി തകർന്നു പോയ ജിഷിന് ആശ്വാസമായി ഒപ്പം നിന്നത് അമേയയായിരുന്നു. പിന്നീട് സൗഹൃദത്തിന് മുകളിലേക്കുള്ള ഒരു അടുപ്പവും ഇഷ്ടവുമായി ഈ ബന്ധം വളരുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.